സിത്താര ശ്രീനിവാസന്റെ മകളെ വിവാഹം കഴിക്കാനുള്ള തീരുമാനം എടുക്കുമ്പോൾ അതെന്റെ ബിസിനസ്സിന് ഒരുപാട് ഗുണം ചെയ്യുന്നുള്ള തീരുമാനമായിരുന്നു എൻ്റെ മനസ്സിൽ. പിന്നീട് തനിക്ക് വന്ന മാറ്റമുണ്ടല്ലോ, പ്രത്യേകിച്ച് കളരിക്കലേക്ക് എത്തിയ ഈ ഗാഥ എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. ഇപ്പൊ എന്റെ സ്നേഹത്തിന്റെ അർത്ഥം എന്റെ മുന്നിലിരിക്കുന്ന താന. നവീൻ എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. നവീൻ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോ അത് തള്ളിക്കളയാൻ എന്റെ മനസ്സിന് പറ്റുന്നുമില്ല. പക്ഷെ ഞാൻ സിത്താര മേഡത്തിന് കൊടുത്ത വാക്ക് അതല്ലല്ലോ. എത്രയൊക്കെ കേട്ടാലും ഞാൻ വേറൊരു വാടകക്കാരിയല്ലേ. എന്റെ ഭഗവാനെ, എന്നെ എന്താ ചെയ്യണ്ടേ? തിരുമേനി എന്താ അടിയന്തരമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? സിദ്ധൻ ഒരു യാത്രയിലാണ്. ഇനി തിരിച്ചു വരുന്നത് തറവാട്ടിൽ ഈ സർപ്പബലി ദിവസമായിരിക്കും. ചില കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞോളൂ തിരുമേനി. ഇപ്പൊ നടക്കുന്ന വൃദ്ധാനുഷ്ഠാനങ്ങളെ പോലെ കടുപ്പം നിറഞ്ഞ ഒന്നല്ല സർപ്പബലി. കുടുംബത്തിന് കാലങ്ങളായി ദോഷം വരുത്തുന്ന നാഗങ്ങളെ ആവാഹിക്കുന്ന ചടങ്ങാണ്. അന്ന് നടക്കുന്ന വിശേഷ പൂജയിൽ നാഗദേവതകൾ പ്രത്യക്ഷപ്പെടും. സംപ്രീതരായി നാഗശാപം മാറ്റിത്തന്ന് തിരികെ പോവുകയും വേണം. നാഗപൂജയാണ്. അതിനിടയിൽ വന്നേക്കാവുന്ന ഒരു നേരിയ പിഴവ് പോലും വ്രതമെടുത്ത പെൺകുട്ടിയുടെ ജീവൻ അപഹരിക്കും. തിരുമേനി വ്രതശുദ്ധിയുള്ള കുട്ടിയാ, കാര്യങ്ങളൊക്കെ നന്നായി ചെയ്യുന്നുണ്ട്. പക്ഷെ ചെറുപ്പമാണ്. അറിയാതെ മനസ്സിൽ ഒരു അവിവേകം തോന്നിപ്പോയാൽ പോലും സർപ്പബലിക്ക് മുടക്കം സംഭവിക്കാം. ശാപം അതുപോലെ തുടരും. പിഴവ് വരാതെ നോക്കിക്കോളാം. ഇനിയെങ്കിലും ഇതിൽ നിന്നൊരു മോചനം കിട്ടിയേ പറ്റൂ. അതിപ്രധാനമായ മറ്റൊരു കാര്യം, സർപ്പബലി നടക്കുന്ന ദിവസം നവീന്റെ വധുവിന്റെ കുടുംബം അവിടെ ഉണ്ടാവണം. രക്തബന്ധമുള്ളവരുടെ, പ്രത്യേകിച്ചും മാതാപിതാക്കളുടെ പ്രാർത്ഥന അതിപ്രധാനമാണ്. അന്നേ ദിവസം അവരും വ്രതമനുഷ്ഠിക്കണം. ഒരുപക്ഷെ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി അവർ നടത്തുന്ന പ്രാർത്ഥനയായിരിക്കും ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുക. ഒപ്പം തറവാടിന്റെ ശാപമോക്ഷവും. എല്ലാവരെയും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക. എല്ലാം വ്യക്തമല്ലേ? മനസ്സിലായി. എല്ലാവരും എത്തിക്കാം. എങ്കിൽ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കട്ടെ. ഒരിട്ടം ഞാൻ പറഞ്ഞില്ലേ? അതെ അതെ അതെ, എന്റെ മോൻ അടുക്കളയിൽ കയറിയെന്ന് പറഞ്ഞ അത് വലിയ അത്ഭുതം തന്നെയാ. കേട്ടോ മോളെ, ഓഫീസിലേക്ക് തിരക്കിട്ട് പോകുമ്പോ എടുത്തു വെച്ച ഭക്ഷണം കൂടി കഴിക്കാതെ പോകുന്ന ആളാ. അങ്ങനെ ഒരാളെ അടുക്കളയിൽ കയറ്റിന്നൊക്കെ പറഞ്ഞാലേ അത് മോളുടെ മിടുക്ക് തന്നെയാ. ഓ, എന്ത് മിടുക്ക്! ആണുങ്ങളായ അതിന്റേതായ ഗൗരവമൊക്കെ കാണിക്കണം. എന്റെ ഉദയേട്ടാ, ഉദയേട്ടന് ഇവിടെ പണിക്കൊന്നും പോവാതെ വെറുതെ ഇരിക്കല്ലേ? പക്ഷെ എപ്പോഴെങ്കിലും അടുക്കളയിലോട്ട് ഞാൻ വിളിച്ചിട്ടുണ്ടോ? എന്നെ സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അതെന്തുകൊണ്ടാ? ഭർത്താവിന് നമ്മളൊരു ഗൗരവമൊക്കെ കൽപ്പിക്കുന്നതുകൊണ്ടാ. അതെ, ഗൗരവമുള്ളതുകൊണ്ടാ. നിർമ്മലയ്ക്ക് എന്റെ കാര്യത്തിൽ ഭയങ്കര ഗൗരവം. പക്ഷേ നവീന്റെ കാര്യം അങ്ങനല്ലല്ലോ. കല്യാണത്തിന് മുമ്പ് ആളുകൾ നവീനെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞിരുന്നേ? ഒരു ജെന്റിൽമാൻ, അങ്ങനെയല്ലായിരുന്നു? ഷോ, ഇപ്പൊ നോക്ക്, ഭാര്യയുടെ സാരത്വം പിടിച്ച് അടുക്കളയിൽ കയറി അസലൊരു പെങ്കോന്തനായി. അതെ അതെ, എന്റെ നവീനെ ഇതൊക്കെ നാട്ടുകാരറിഞ്ഞാ മാനക്കേടാ. കളരിക്കൽ കുടുംബത്തിന്റെ അഭിമാനം കൊണ്ട് കളയല്ലേ മോനായിട്ട്. അമ്മായി, ഞാൻ പറയുന്നത് കൊണ്ട് വിഷമൊന്നും തോന്നരുത്. അമ്മായി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ,
കുറച്ച് മുന്നത്തെ തലമുറയായിരുന്നെങ്കിൽ സത്യാണ്. ഉം. ആണുങ്ങൾ അടുക്കളയിൽ കയറാൻ പാടില്ല, സ്ത്രീകൾ അടുക്കളയിൽ നിന്ന് പുറത്തു വരാനും പാടില്ല. എന്തൊക്കെ നിയമങ്ങളായിരുന്നു അന്ന്. പക്ഷേ ഇപ്പൊ അങ്ങനെ വല്ലതും ഉണ്ടോ? ആ. അമ്മായി അടുക്കള വിട്ട് പുറത്തു പോവാറില്ലേ? അത് സ്വാതന്ത്ര്യമല്ലേ? ഭർത്താവും ഭാര്യയും പാചകത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും പരസ്പരം സഹായിക്കണം. പക്ഷേ ഒരാള് മറ്റൊരാളെ അടിമയാക്കി വെക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. ഉദാഹരണത്തിന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അമ്മായി പറയുന്ന തെറ്റായ ഒരു കാര്യം, അത് തെറ്റാണെന്ന് ബോധ്യമുണ്ടായാലും അമ്മായിയുടെ ഭർത്താവ് അത് മുഖത്ത് നോക്കി പറയോ അത് തെറ്റാണെന്ന്? ആ? അതൊക്കെയല്ലേ ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോ ഉള്ള ഒരു സന്തോഷം. ആ. ഹാ, അതാണ് അടിമത്തെന്ന് പറയുന്നത്. ഒരാള് മറ്റൊരാളുടെ സ്വാതന്ത്ര്യം കവർന്നെടുക്കാൻ പാടില്ല, അത് തെറ്റാണ്.